ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ, വെൽമോണ്ട് വാട്ടർ സൊല്യൂഷന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്ന് എത്തിക്കുന്നത് മാനാഞ്ചേരി കുന്നിലാണ് കേട്ടോ. അപ്പൊ നമ്മൾ വന്നേക്കുന്നത് എപ്പോഴും ചെയ്യുന്ന വെസൽ ഫിൽട്രേഷൻ ചെയ്യാൻ വേണ്ടിയാണ്. വെസൽ മാത്രമല്ല, ഇവിടെ പ്യൂരിഫയർ കൊണ്ട് ഉണ്ട്. അപ്പൊ വീട് നമ്മളുടെ ഈ ഒരു വീടാണ്. അപ്പൊ നമ്മുടെ സുഹൃത്തിന്റെ വീടാണ് ജസ്വിൻ വർക്കിന്റെ വീട്ടിലാണ് നമ്മൾ വന്നേക്കുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണത് 10 ലിറ്റർ സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള ആറോ വാട്ടർ പ്യൂരിഫയർ ആണ്. അക്കോട്ടേജിന്റെ വാട്ടർ പ്യൂരിഫയർ. വെസൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ട സ്ഥലം ഞാൻ കാണിച്ചു കേട്ടോ. ഈ ഒരു ഏരിയയിലാണ് നമ്മൾ സാധനങ്ങളൊക്കെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. വെസൽ 13 വെസലാണ്. ബാക്കി നമ്മുടെ പ്ലംബിങ്ങിന്റെയും ബാക്കി നമ്മുടെ മീഡിയാസ് ഒക്കെ നമ്മളിവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചെയ്യേണ്ടത് ഗ്രാവിറ്റിയിലാണ്. നമ്മുടെ ഈ ഒരു ഏരിയയിലാണ് നമുക്ക് വെസൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുമ്പോഴേ, വെള്ളം കസ്റ്റമർ റെപ്യൂട്ടഡ് ലാബില്, അത് ഗവൺമെന്റ് ലാബില് കൊടുത്ത് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല അയണാണ്. ഒരു 2.5 ppm മേലെ അയൺ നിലവിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ ടർബിലിറ്റി ഉണ്ട്, പിന്നെ ഈക്കോളിയും കോളിഫോം ബാക്ടീരിയ സാന്നിധ്യം ഉണ്ട്. അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ആണ് ഉള്ളത്. അപ്പൊ നമുക്കിവിടെ ക്ലോറിനേഷൻ നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ക്ലോറിനേഷൻ ഇപ്പൊ ബോർവെൽ അതിന്റെ പേരിൽ പമ്പ് ത്രൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് മാനുവലി ഓപ്പൺ വെല്ലിൽ നമ്മൾ ആഡ് ചെയ്യണ മാറി ഇവിടെ പറ്റില്ലത്. അപ്പൊ നമുക്ക് നേരിട്ട് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. കാരണം നമുക്ക് പ്യൂരിഫയർ അകത്ത് പിടിപ്പിക്കുന്നത് കഴിഞ്ഞിട്ട്. അപ്പൊ ഈ ഒരു വർക്കിന്റെ ഡീറ്റെയിൽസ് ആയിരിക്കും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിക്കുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും വീഡിയോ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ. അപ്പൊ നേരെ നമുക്ക് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബൈ. A subtle thrill, shadows dance on the windowsill. Concrete dreams in the glow collide. Breathe it in, let the waves decide. Street lights flicker, a Morse code plea. Whispers rise from the cracks in the street. Loose lit poets on cobbled ground. Every word a kaleidoscope sound. We're chasing this retro style. Fingers snap, let the moonlight guide. In the city, we collide. Glass hearts tick to the beat they keep. Fog hides truth in a smoky sweep. Moments kissed by the amber haze. Soul-stung stars like their reckless gaze. We're chasing night lights in the city. കൂട്ടുകാരെ, നമ്മുടെ വർക്ക് ഒക്കെ കഴിഞ്ഞിട്ടാ. നമ്മുടെ വെസൽ ഇൻസ്റ്റാൾ ചെയ്തു. പൈപ്പിന്റെ പണിയും അതുപോലെ തന്നെ അതിനകത്ത് മീഡിയ ഒക്കെ ഫില്ല് ചെയ്തൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് വാഷ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ നേരെ ബാക്ക് വാഷിലേക്ക് നീങ്ങാണ്. അപ്പൊ ബാക്ക് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ ലൈനപ്പ് ചെയ്തതിനു ശേഷം ഞങ്ങൾ ക്വാളിറ്റി ഒക്കെ എടുത്ത് കാണിച്ചു കേട്ടോ. അപ്പൊ നേരെ നമുക്ക് ബാക്ക് വാഷ്. അപ്പൊ കൂട്ടുകാരെ, നമ്മുടെ വർക്ക് ഒക്കെ കഴിഞ്ഞു കേട്ടോ. ബാക്ക് വാഷും കഴിഞ്ഞു. അപ്പൊ ഞാൻ നിങ്ങളെ ഈ ക്വാളിറ്റി ഒന്ന് എടുത്ത് കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് വെള്ളം. നമ്മുടെ വെസൽ ഫിൽട്രേഷൻ സക്സസ് ആയിട്ട് തന്നെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഇനി നമുക്ക് ഇതിനകത്ത് ക്ലോറിനേഷൻ അനിവാര്യമാണ്. കാരണം ഇതിനകത്ത് ബാക്ടീരിയയുടെ പ്രസൻസ് ഉണ്ട്, ഈക്കോളിയും കോളിഫോമിന്റെ ബാക്ടീരിയയുടെ പ്രസൻസ് ഉണ്ട്. അപ്പോൾ ക്ലോറിനേഷൻ നമ്മൾ ഓൾറെഡി സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മീൻ ടൈം അത് വരും. അതിന്റെ ഡോസിങ് കാര്യങ്ങളൊക്കെ അടുത്ത് തന്നെ വരും. ഇനി നമുക്ക് മേലെ ടാങ്കിന്റെ ആ മൂടി മാറ്റിയിട്ട് അതിൽ നമുക്ക് നെറ്റ് കെട്ടണം. കുറച്ചും കൂടി ഏരിയേഷൻ പ്രോസസ്സ് കുറച്ചും കൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്. അപ്പൊ അതാണ് ഇവിടുത്തെ ഇനി ബാക്കിയുള്ളത്. ഇതിന്റെ റിവ്യൂ കാര്യങ്ങളും ഞാൻ നമ്മുടെ കസ്റ്റമർ വന്നതിന് ശേഷം എടുക്കാം കേട്ടോ. അപ്പൊ ഇനി നമുക്ക് തീർന്നിട്ടില്ല. ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ട് നമുക്ക് ഇനി അകത്തോട്ട് കയറണം. നമ്മുടെ പ്യൂരിഫയറിന്റെ വർക്ക് അകത്തുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ ഫൈനലായിട്ടുള്ള റിവ്യൂവും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നതാണ്. അപ്പൊ നിങ്ങൾക്കും ഇതുപോലെ വർക്കുകൾ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മളുമായി ബന്ധപ്പെടുക. അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കേട്ടോ. അപ്പൊ നേരെ നമുക്ക് നമ്മുടെ പ്യൂരിഫയറിന്റെ വർക്കിലേക്ക് പോകാം. ബൈ. അപ്പൊ കൂട്ടുകാരെ, നമ്മൾ വീടിനകത്തോട്ട് വന്നിട്ടാ. അപ്പൊ നമുക്ക് പ്യൂരിഫയർ ഇവിടെ പിടിപ്പിക്കണം. പ്യൂരിഫയർ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ പിടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം 10 ലിറ്റർ സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള ആറോ വാട്ടർ പ്യൂരിഫയർ അക്കോട്ടേജിന്റെയാണ്. യൂണിറ്റ് ഇവിടെ ഉണ്ട് ഓൾറെഡി. അപ്പൊ യൂണിറ്റിലേക്ക് വരുന്നതിന് നമ്മൾ സാധാരണ നമ്മൾ കൊടുക്കണമായിട്ടുള്ള ഒരു പ്രീ ഫിൽറ്റർ, ഒരു സെഡിമെന്റ് ഫിൽറ്റർ നമ്മൾ കൊടുക്കുന്നുണ്ട്. സെഡിമെന്റ് ഫിൽറ്ററിന് ശേഷം പിന്നെ നമ്മുടെ യൂണിറ്റിലേക്ക് വരും. അപ്പൊ അതിന്റെ വർക്കാണ് കേട്ടോ. അപ്പൊ നേരെ നമുക്ക് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ബൈ.
കൂട്ടുകാർ നമ്മുടെ വാട്ടർ പ്യൂരിഫയറിന്റെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മളോട് നീങ്ങാൻ പോയിരുന്നു. അപ്പൊ ഇതിന്റെ ക്വാളിറ്റി നമ്മൾ നോക്കിയായിരുന്നു. എക്സ്റ്റന്റ് ക്വാളിറ്റിയാണ് നമ്മളെടുത്ത് വെള്ളമൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. അപ്പൊ നമ്മുടെ ഗൃഹനാഥനോട് ഉണ്ട്, അദ്ദേഹത്തോടെ ചോദിച്ചു നോക്കാം. മനുഷ്യനുണ്ട്, അദ്ദേഹം ചോദിച്ചു നോക്കാം. ഇഷ്ടപ്പെട്ടോ വർക്ക് എങ്ങനെയുണ്ട് വെള്ളം കുടിച്ചിട്ട്? അതുപോലെ പുറത്ത് നമ്മള് വാട്ടർ ഫിൽറ്റർ വെച്ചിട്ടുണ്ട്, അതിന്റെ വർക്ക് കഴിഞ്ഞായിരുന്നു. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമുക്ക് അദ്ദേഹത്തോടെ ചോദിച്ചു നോക്കാം. ചേട്ടാ നമസ്കാരം, ഞാൻ ഒരു മൈക്കൊന്ന് കുത്തിക്കോട്ടെ. നമ്മുടെ പുറത്തെ വർക്കും അകത്തെ വർക്കും കഴിഞ്ഞു. വാട്ടർ പ്യൂരിഫയർ, മറ്റേത് വാട്ടർ ഫിൽട്രേഷൻ ഫിൽട്രേഷൻ സിസ്റ്റം രണ്ടും കഴിഞ്ഞ് നമ്മള് കാലത്ത് വന്ന് തുടങ്ങിയതാണ്. വെള്ളം നമ്മള് നമ്മുടെ ജസ്റ്റ് മകൻ ലാബിൽ അയച്ച് ടെസ്റ്റ് ചെയ്തതിന്റെ റിപ്പോർട്ടൊക്കെ നമ്മൾ കണ്ടായിരുന്നു. രണ്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ബാക്ടീരിയയും അങ്ങനെ അയണും എന്ന് പറയുമ്പോൾ 2.5 ppm മേലെ അയൺ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ടർബിഡിക്ക് നല്ല രീതിയിൽ ടർബിഡിക്കിന്റെ കളറുണ്ട്, ഈക്കോളിൻ കോളിഫോം ബാക്ടീരിയയും അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഉള്ളതുള്ള വെള്ളത്തിൽ. അപ്പൊ അതൊക്കെ ഒന്ന് പരിഹരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പുറത്ത് വാട്ടർ ഫിൽട്രേഷൻ സിസ്റ്റവും ഇവിടെ വാട്ടർ പ്യൂരിഫിക്കേഷൻ സിസ്റ്റവും വെക്കുന്നത്. അപ്പൊ എന്താണ് അഭിപ്രായം വർക്ക് കണ്ടിട്ട്? കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ട് വർക്ക് ഇഷ്ടപ്പെട്ട്. വെള്ളം കുടിച്ച് നോക്കി, നല്ല വെള്ളമാണ്. വാട്ടർ പ്യൂരിഫൈഡ് ചെയ്താണ് വെള്ളം. മറ്റേ ഫിൽറ്ററിനേക്കാളും കനം കുറഞ്ഞതും സോഫ്റ്റാണ്, പ്രശ്നമില്ല. ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടുണ്ട്. ഓക്കെ, നമുക്ക് നന്നായിട്ട് ഇപ്പൊ ഈ പുതിയ ഹൗസ് വാമിംഗ് ആണ് 2 ദിവസം കഴിയുമ്പോൾ വീഡിയോ വെച്ചിരിപ്പാണ്. അപ്പോ ആ വെള്ളം, അഴുക്ക് വെള്ളം, ആ ഒരു അയൺ ഉള്ള വെള്ളം നമ്മുടെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ടൈലുകളൊക്കെ ഡാമേജ് ആവും, ബാത്റൂമിന്റെ കളറിനൊക്കെ മാറും. അപ്പൊ അതിന് പരിഹാരമായിട്ടാണ് നമ്മൾ സംഭവിച്ചത്. പിന്നെ ഇവിടെ നമുക്ക് ഞാൻ മകനടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇവിടെ ക്ലോറിനേഷൻ ആവശ്യമാണ്. ക്ലോറിനേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഓപ്പൺ വെല്ലാണെങ്കിൽ നമുക്ക് ബൈ മാനുവലിയും ചെയ്യാൻ പറ്റും. അതായത് കൈ കൊണ്ട് പോലും നമുക്ക് ഇടാവുന്ന സൗകര്യം ഓപ്പൺ വെല്ലുണ്ട്. പക്ഷെ ബോർവെല്ലാവുമ്പോ നമുക്ക് ഓട്ടോമാറ്റിക് സിസ്റ്റം തന്നെ പറ്റുള്ളൂ. അതായത് അതിനകത്തേക്ക് കൊണ്ടേ ഒഴിക്കാൻ പറ്റില്ല. അത് ഭൂമിക്കടിയിൽ കുഴല് ഒരു വഴി വന്ന വെള്ളമുണ്ട് അത് കുഴക്കുന്നത്. അപ്പോ നമുക്ക് അതിനകത്ത് ഓട്ടോമാറ്റിക് സിസ്റ്റം എന്ന് ഉദ്ദേശിക്കുന്നത് ഡോസിംഗ് ടാങ്ക് ഉണ്ടാവും, അതിനകത്ത് ഡോസിംഗ് പമ്പ് ഉണ്ടാവും. അതിന്റെ മേലെ എന്റെ സൊല്യൂഷൻ, നമ്മളുടെ ക്ലോറിൻ സൊല്യൂഷൻ വെച്ചിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ പമ്പ് ഓണാകുമ്പോൾ അത് ഇഞ്ചെക്ട് ചെയ്തുകൊണ്ടിരിക്കും. കാരണം ക്ലോറിനേഷൻ കറക്റ്റായിട്ട് ചെന്നാൽ മാത്രമേ ബാക്ടീരിയയുടെ ഒക്കെ പ്രശ്നങ്ങളൊന്നും സോൾവ് ഒന്ന് കൺട്രോൾ ആവുള്ളൂ. പിന്നെ അതുകൂടാണ്ട് നമ്മുടെ ഈ അയൺ എന്ന് പറഞ്ഞ സംഭവം, അയണിനും ഒരു സപ്പോർട്ടീവ് ആണ്. ഒരു ഓക്സിഡേഷൻ കറക്റ്റായിട്ട് കിട്ടിയ അവരുടെ സെറ്റിൽമെന്റ് നടക്കാൻ വേണ്ടിയിട്ട് ഈ നമ്മുടെ ക്ലോറിന്റെ ഡോസിങ് അനിവാര്യമാണ്. അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വഴിയെ നമുക്കത് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ വർക്ക് കഴിഞ്ഞ്. ഹാപ്പി അല്ലേ? ഇതന്നെ അപ്പൊ നമ്മളോട് നീങ്ങേണ്ട. അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തത വന്നാണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് നല്ല വർക്കുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നന്നായി ബന്ധപ്പെടുക. ഏതൊക്കെ എവിടെയെങ്കിലും നമ്മൾ ചെയ്തത്. അപ്പൊ നമ്മുടെ വീഡിയോസ് നമ്മുടെ ചാനലിലൂടെ കണ്ട് നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തും വരുന്നവരൊക്കെ ഷെയർ ചെയ്യാൻ പാടില്ലേ. അപ്പൊ പുതിയ വീഡിയോ ആയി വരുന്നത്